സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് 2026 ഫെബ്രുവരി മാസം മുതലുള്ള ആനുകൂല്യ വിതരണങ്ങൾ, കുടിശ്ശിക വിതരണങ്ങൾ എന്നിവയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും ആശ്വാസവാർത്ത എത്തിയിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുമ്പോൾ സർക്കാർ മാനദണ്ഡങ്ങൾ കൂടി കൂടുതൽ കർശനമാക്കുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വീണ്ടും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നു എന്നുള്ള അറിയിപ്പുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സർക്കാർ നടപടി കൂടുതൽ കർശനമാക്കുന്നത്. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടും. സംസ്ഥാനത്ത് ആദായ നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാനാകുമെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടി വരും. മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാറുള്ളവരെ കണ്ടെത്താനും നടപടി ആരംഭിച്ചു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശികാനുകൂല്യം ഉൾപ്പെടെയുള്ളവ വിതരണം പൂർത്തിയാക്കും. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ജനുവരി മാസത്തിലെ പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ല. ഇവർക്കുള്ള പെൻഷൻ തുകയുടെ വിതരണം ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ 7 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ, വിധവ, ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ഇന്നു മുതൽ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ആളുകൾക്കാണ് ഇന്നു മുതൽ തുക എത്തിച്ചേരുക. അനർഹമായി വലിയൊരു വിഭാഗം ആളുകൾ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം കൈപ്പറ്റുന്നു എന്നുള്ള കണ്ടെത്തലിന്റെ ഭാഗമായി വീണ്ടും സർട്ടിഫിക്കറ്റ് സമർപ്പണം കർശനമാക്കുകയാണ്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായ നികുതി അടയ്ക്കുന്നവരും കാറുള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല. ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച കാര്യങ്ങൾക്കായി രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളും വരും ദിവസങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കും. മരണമടഞ്ഞവരെ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. പഞ്ചായത്തുകളും നഗരസഭകളുമാണ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നതിനാൽ ഇക്കാര്യത്തിൽ ഏറെ പുരോഗതിയുണ്ട്. വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരും. പെൻഷൻ തുകയിൽ 2300 മുതൽ 2500 രൂപയുടെ വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമാകും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ തുക എത്തിച്ചേരുക. ക്ഷേമ പെൻഷന് പുറമെ വലിയൊരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുകൂടി ആനുകൂല്യം എത്തിച്ചേരുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 2026 വർഷത്തെ ആദ്യ ഗഡുവിന്റെ വിതരണമാണ് ആരംഭിക്കുന്നത്. 25 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചേരും. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ എത്തിയിരിക്കുന്നത്. ഗുണഭോക്താക്കൾ ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ OTP അടക്കം ഗുണഭോക്താക്കളിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ ഇത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അറിയിപ്പുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഗുണഭോക്താക്കൾ ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. 2018 വരെ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 ശേഷം ഭൂമി വാങ്ങി കൃഷി ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല. 2018 വരെ ഭൂമിയുണ്ടായിരുന്നവർ, 2018 വരെ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ അതുവരെയുള്ള കരമടച്ച രസീതിനോടൊപ്പം പുതിയതായുള്ള രസീത്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ കോപ്പി, രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവയുമായി കോമൺ സർവീസ് കേന്ദ്രങ്ങളെ സമീപിച്ച് ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആധാർ സീഡിംഗ്, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ നടത്തിയിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ ഇവ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് മുടങ്ങിയിട്ടുള്ള 21ാം ഗഡുവായ 2000 രൂപ കൂടി ചേർത്ത് പരമാവധി 4000 രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. കൂടുതൽ അറിയിപ്പുകൾ ഉടൻ തന്നെ പുറത്തുവരും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.